അപ്പോൾ ഇന്ന് വേറൊന്നുമല്ല ഗൈസ്, ഇന്ന് ചന്തയിൽ മീൻ വാങ്ങാൻ പോയാൽ എന്തെല്ലോ ഐറ്റംസ് മീനുണ്ടായിനി. മത്തി, അയല, ചൂരാക്കണവ, നമ്മളെ പുഴമീൻ ഉണ്ടായിനി, കരിമീൻ ഉണ്ടായിനി, നങ്ക് ഉണ്ടായിനി, കൂന്തൽ ഉണ്ടായിനി, അങ്ങനെ കുറേ മീനുണ്ട്. അപ്പം നമ്മൾ വാങ്ങിയത് ഇന്ന് കുറച്ച് കൂന്തൽ വാങ്ങി. നല്ല വലിയ കൂന്തലാണ് കേട്ടോ കിട്ടീനി. കൂന്തൽ പറഞ്ഞാൽ കണവ. അപ്പം ഞാൻ കണവ വൃത്തിയാക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിൻ്റെ മഷിയെല്ലാം കളഞ്ഞ് അതെല്ലാം മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ടായിനി. ഈ കണവ കഴുകാൻ ഭയങ്കര പണിയാണ് ഗൈസ്. അതിൻ്റെ കറുത്ത മഷി കളഞ്ഞ് പിന്നെ അത് വൃത്തിയാക്കൽ ഇച്ചിരി മെനയല്ലേ. അപ്പം വളരെ ശ്രദ്ധിച്ച് ഞാനാണ് വൃത്തിയാക്കിയത്. അമ്മക്ക് അത്ര വശമില്ല എന്നാണ് പറഞ്ഞത്. അപ്പം മഷി ഫുള്ള് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം കണവയിലും കൂന്തലെല്ലാം കഴുകി എടുത്ത് നല്ല മുറിച്ച് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിന്നൊരു നല്ല കണവ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കണവയിൽ നല്ല വൃത്തിക്ക് കഴുകി നല്ല വെള്ളക്കൂറേനെ പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഉപ്പും മഞ്ഞളും പുരട്ടി വെക്കും കേട്ടോ. കുറച്ച് സമയം ഫ്രിഡ്ജിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിനി. ഇനി അടുത്തതായി നമ്മൾ കണവ റോസ്റ്റ് ഉണ്ടാക്കുന്ന മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു തക്കാളി, 2 സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ ഒരു പച്ചമുളക് ഇട്ട്. അതിൻ്റെ പച്ചമുളകിന് നല്ല എരിയാണ്. പിന്നെ കറിവേപ്പില ഇത്രയും ഉണ്ടായാലും ഗൈസ്, കറിവേപ്പില പറിക്കാൻ പോകാൻ സമയം ഉണ്ടായില്ല. കാരണം ഇതൊരു വൈകുന്നേരമല്ലേ. അപ്പോൾ രാത്രി ഇവിടുന്ന് കുറച്ച് റബ്ബറിലേക്ക് പോകണം കറിവേപ്പില പറിക്കാൻ. അതിന് ഞാൻ മെനക്കെട്ടില്ല. പിന്നെ ഒരു ചട്ടി ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ച് കുറച്ച് ജീരകം കൂടി പൊട്ടിച്ചിട്ടുണ്ടായിട്ടാ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, നമ്മൾ സവാള ഇട്ടു. സവാള ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിട്ടാ. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിനി. പിന്നെ എല്ലാ മസാലക്കൂട്ടന്മാരും അതിലേക്ക് തട്ടിക്കൊടുത്ത് നല്ലോണം വഴറ്റിയെടുത്തു കേട്ടോ. ഈ മസാല നല്ല മൂത്ത് വരുമ്പോൾ നമ്മൾ കണവയിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കണവ വേവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പം അതും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം അടച്ച് വെച്ചൊന്ന് വേവിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നല്ലോണം വറ്റിക്കൂട്ടുന്നു. അപ്പോൾ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. അപ്പം ഇതിൻ്റെ വെള്ളം കുറച്ചും കൂടി വറ്റണം. ഇപ്പോൾ നമ്മൾ കണവ റോസ്റ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ. കാണാനെല്ലാം അടിപൊളിയുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് ടേസ്റ്റ് നോക്കൽ ചടങ്ങാണ് കേട്ടോ. പക്ഷേ എന്ത് പറയാനാ ഗൈസ്, ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത് കാണുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റ് ഉണ്ടായി കേട്ടോ. എന്നാ പറയേണ്ടത്, കണവ നല്ല ഫ്രഷ് കൂന്തലാണ് ഉണ്ടായി. ഞാൻ ഈ കണവ നമ്മളെ നാട്ടിൽ ഇങ്ങനെ കൂന്തൽ എന്നാണ് പറയൽ. എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കണവ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് പറയാനില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിട്ടോ. എന്നാ പറയേണ്ടത്, നല്ല ഹോട്ടലിലെല്ലാം വെക്കുന്ന പോലെയാണ് അത് ഉണ്ടായിനി. അപ്പം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല. അപ്പോൾ ഇത് ആരും ട്രൈ ചെയ്തില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണ്ട. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഒന്ന് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.